ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു 2.1 ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അധികം ക്യാഷ് ഒന്നും മുടക്കാനില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇതുപോലത്തെ ഒരു 2 അതായത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രീം ആംബ് എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ഇറക്കിയിട്ടുള്ള കുറച്ച് ബോർഡുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതായത് ഒരു 2.1 ആംപ്ലിഫയർ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 100+100 ലെഫ്റ്റ് റൈറ്റിന് 100+100 പ്ലസ് സബ് വൂഫറിന് 100 വാട്ട്സ്, പിന്നെ അതിൻ്റെ സബ് ഫിൽറ്റർ, ടോൺ കൺട്രോൾ, ഇത്രയും സെറ്റപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബോർഡിനെയാണ് അല്ലെങ്കിൽ ബോർഡുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് എടുക്കുന്ന സമയത്ത് ഈ കാണുന്ന ബോർഡ്, ഓക്കെ, നമുക്ക് ഈ ഒരു ബോർഡിൽ തുടങ്ങാം. ഇത് 100+100 സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്, ക്ലാസ് ഡി ബേസ്ഡ് ബോർഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വോൾട്ടിൽ നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് സ്വിച്ചിങ് ആണ് വരുന്നത്. നമ്മളൊരു 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു 12 വോൾട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആംബിയർ, നല്ല ആംബിയർ വേണം, 10-12 ആംബിയർ നമ്മൾ കൊടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബോർഡ് വരുന്നതുകൊണ്ടാണ്. അവർ 10-12 ആംബിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കൺവേർട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു സെറ്റപ്പാണ് വരുന്നത്. 12 വോൾട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 24 വോൾട്ട് ഇത് കൺവേർട്ട് എടുത്തിട്ട് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്ത് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് 100+100 കിട്ടുന്ന രീതിയിലാണ് ഈ ബോർഡ് വരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് 24 വോൾട്ട് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കൊടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. 12 വോൾട്ട് ടു 24 വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ് ഈ കാണുന്ന ബോർഡ്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് TPA3116 D2 സീരീസിൽ വരുന്ന ഒരു ചിപ്പാണ്. അതിൻ്റെ ഒറിജിനൽ ചിപ്പ് യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ബോർഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ബ്രിഡ്ജ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 ohmസിൽ 100+100 വാട്ട്സ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഏകദേശം വില ഒരു 800-850 ആ റേഞ്ചിലായിരിക്കും ഈ ഒരു ബോർഡിൻ്റെ വില വരുന്നത്. ഓക്കെ, 12 വോൾട്ടിലും നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും വിത്ത് ബൂസ്റ്റർ. ഓക്കെ, ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡാണ്. ഈ ഒരു ബോർഡെന്ന് പറയുമ്പോൾ നമുക്ക് 12 വോൾട്ട് ടു 24 വോൾട്ട് വർക്ക്, ആ ഒരു വോൾട്ടേജ് ലെവലിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന 100 വാട്ട്സിൻ്റെ മോണോ ബോർഡാണ്. ഇതിലും അതുപോലെ തന്നെയാണ്. നിങ്ങൾ 12 വോൾട്ട് നല്ലൊരു ആംബിയർ, ഒരു 8 ആംബിയർ, ഒരു 10 ആംബിയർ, ഒരു 12 ആംബിയർ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംബിയർ കറക്റ്റ് ആയിരിക്കണം. കാര്യം ഇതിൽ ബൂസ്റ്റർ സർക്യൂട്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആംബിയർ പക്കയായിരിക്കണം. അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ വർക്ക് ആവണം എന്നില്ല. വർക്കാവും, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് 12 വോൾട്ടിൻ്റെ SMPS ഒക്കെ കയ്യിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതായത് ചില ആൾക്കാരുടെ കയ്യിൽ 30 ആംബിയറിൻ്റെ 40 ആംബിയറിൻ്റെ ഒക്കെ SMPSകൾ കാണും. ഈ LED ഡ്രൈവർ പോലുള്ള സാധനങ്ങൾ കാണും. അത് ഉപയോഗിച്ച് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ചെറിയ ഒരു നോയ്സ് വരാൻ സാധ്യതയുണ്ട്. അത് ചോക്കിൻ്റെ ഒരു സർക്യൂട്ട് കൊള്ളൂല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ ഒരു SMPSൻ്റെ സർക്യൂട്ടിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലായിരിക്കും അങ്ങനെ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോണോ ബോർഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മളൊരു ഫിൽറ്റർ വെച്ച് ഇൻപുട്ടിൽ നമ്മൾ ഓഡിയോ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ, ലോ ഫ്രീക്വൻസി സിഗ്നൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ സബ് വൂഫറിൽ കണക്ട് ചെയ്ത് സബ് വൂഫറിനെ വർക്ക് ആക്കിപ്പിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് വരുന്നത്. ഓഡിയോ സിഗ്നൽസ് ഇവിടെയാണ് കൊടുക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് സബ് വൂഫറിലേക്കുള്ള ഔട്ട് ഇതുവഴിയാണ് കിട്ടുന്നത്. ഓഡിയോ ഇൻപുട്ട് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഹീറ്റ് സിങ്ക്, നല്ല രീതിയിലുള്ള ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ചൂടാവും. പിന്നെ അത് കൂടാതെ തന്നെ ഇതിനകത്ത് മോസ്ഫെറ്റ്, ഇവിടെ ഒരു മോസ്ഫെറ്റൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സ്വിച്ചിങ് ആണ്. സ്വിച്ചിങ് മീൻസ് ഈ 12 വോൾട്ടിന് 24 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചിങ് ഇതാണ്, മോസ്ഫെറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂസ്റ്റർ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യാം. 2.1 ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ വാഹനങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതായി. ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ബാസ് ട്രിബിൾ ബോർഡാണ്. സെയിം 12 വോൾട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന ബാസ് ട്രിബിൾ ബോർഡ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ ബാസ് ട്രിബിൾ ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷേ 12 തൊട്ട് 36 വോൾട്ട് വരെ നിങ്ങൾക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇൻപുട്ട്, ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് സിഗ്നൽ ഇവിടെയാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇവിടെ 100Kയുടെ 2 പൊട്ടൻഷ്യോമീറ്റർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ 100Kയുടെ 2 പൊട്ടൻഷ്യോമീറ്റർ വാങ്ങി കൊടുക്കുക, നല്ല പൊട്ടൻഷ്യോമീറ്റർ വാങ്ങി കൊടുക്കുക. ഓഡിയോ സിഗ്നൽ ഔട്ട്പുട്ട് ഇതുവഴിയാണ് വരുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ചിപ്പും ഒറിജിനൽ ചിപ്പ് തന്നെയാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, TLO ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് TLO 72ൻ്റെ ചെറിയ ചിപ്പാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിഗ്നൽ കൊടുക്കുന്നു, ഔട്ട്പുട്ട് എടുക്കുന്നു, 12 വോൾട്ട് നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ ബാസ്റ്റബിൾ ഓക്കെ ആയി, പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാസ്റ്റബിൾ ഓക്കെ ആയി. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ് ഫിൽറ്ററാണ് വേണ്ടത്. അതും ഇതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് 12 വോൾട്ട് തൊട്ട് 36 വോൾട്ട് വരെ നമുക്ക് ഇത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് വരുന്നത്. കൂടാതെ തന്നെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഈ കാണുന്ന ഫ്രീക്വൻസിയാണ്. ഈ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഔട്ട്പുട്ട് ഇതുവഴിയാണ് ഔട്ട്പുട്ട് വെളിയിലോട്ട് വരുന്നത്. സിഗ്നൽ ഇൻപുട്ട് കൊടുക്കേണ്ട സ്റ്റീരിയോ സിഗ്നൽ ഇൻപുട്ട് കൊടുക്കാനൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ VCC ഗ്രൗണ്ട്, അതായത് 12 വോൾട്ട് തൊട്ട് 36 വോൾട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു 2.1 ചെയ്തെടുക്കാനായിട്ടൊരു ഓപ്ഷനാണ് ഈ കാണിച്ചു തന്നത് ഇത്രയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വില 800-850 വിലയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൽ 600-650 അതിനകത്തുള്ളൊരു വിലയായിരിക്കും ഇതിന് വരുന്നത്. പിന്നെ ഇത് ഫിൽറ്ററിന് 100-120 ആ റേഞ്ച്, ഇതിന് ഒരു ഏകദേശം 100-120 അത്രയും തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ബോർഡുകളെല്ലാം സെറ്റ് ചെയ്യാം. 2000-1500 ആ റേഞ്ചിനകത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SMPS ആണ്. SMPS നമുക്ക് 12 വോൾട്ടിൻ്റെ SMPS LED ഡ്രൈവർ വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നല്ല SMPS വാങ്ങാൻ കിട്ടുന്നുണ്ട്. നല്ല SMPS നോക്കി വാങ്ങാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ പൈസയ്ക്ക് 24 വോൾട്ടിൻ്റെ ഇത് വാങ്ങാൻ പറ്റും. SMPS നമ്മൾ ഇതുപോലത്തെ ക്ലാസ് D ആമ്പുകൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള SMPSകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. ആ SMPSകൾ വാങ്ങിയിട്ട് നിങ്ങൾക്കിത് വളരെ ഈസിയായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഒരു 2 SMPS വാങ്ങേണ്ടി വരും. ഇതിനൊരു സെപ്പറേറ്റ് SMPS, ഇതിനൊരു സെപ്പറേറ്റ് SMPS കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് വർക്കിംഗ് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അത് കൂടാതെ തന്നെ ഇതിനകത്തൊരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. USB മോഡുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് 5 വോൾട്ടിൻ്റെ ഔട്ട് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ 5 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ USB മോഡ്യൂളിന് കൊടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 2.1 ആംപ്ലിഫയർ നിർമ്മിക്കാൻ വേണ്ടി ഒറ്റ കമ്പനിയിൽ തന്നെ, എക്സ്ട്രീം ആംസിൻ്റെ ഒറ്റ കമ്പനിയിൽ തന്നെ ബോർഡുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ആംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന കമ്പോണൻസ് അത്യാവശ്യം നല്ല കമ്പോണൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇത് ചൈനയിൽ ചെയ്യുന്നതല്ല. എക്സ്ട്രീം ആംസ് തമിഴ്നാട്ടിൽ അവരുടെ ഫാക്ടറിയിൽ തന്നെ ചെയ്യുന്ന, സ്വന്തമായിട്ട് അവർ മാനുഫാക്ചറിങ് ചെയ്യുന്ന ബോർഡുകൾ തന്നെയാണ്. PCB അവർ തന്നെ ചെയ്തിട്ട് അവർ തന്നെയാണ് ഇതിൻ്റെ ഫുൾ ഡിസൈനും സർക്യൂട്ട് ഡിസൈനും ഫുൾ കമ്പോണൻസ് ഇടുന്നത്. അവർക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം മെഷീൻസ് ഒക്കെ ഉണ്ട്. അത് വെച്ച് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേത് കമ്പനി തരുന്നതിനെക്കാട്ടിയും കുറച്ച് വില കുറവിൽ ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ പ്രോഡക്റ്റുകൾ ഞാൻ റിവ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SM ഇലക്ട്രോണിക്സിൽ പോയി എടുത്തിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് അവർക്ക് കൊടുക്കാനുള്ള ബോർഡാണ്. ഇതിൻ്റെയൊക്കെ വർക്കിംഗ് കൂടി നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും അത് ചെയ്യാത്തത്. ഈ ഒരു ബോർഡ് അടിപൊളിയാണ്. ലെഫ്റ്റ് റൈറ്റ് ചാനലിന് ഇത് അടിപൊളി ബോർഡ് തന്നെയാണ്. സബ് വൂഫറിനും ഇത് അടിപൊളി ബോർഡാണ്. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു 5.1 ഇപ്പോൾ ഈ ഒരു ബോർഡ് 2 എണ്ണം വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ചാനലായി. 100+100 100+100 അങ്ങനെ മൊത്തം 400 വാട്ടിൻ്റെ 4 ചാനൽ നിങ്ങൾക്ക് ആയി. പിന്നെ ഈ ഒരു ബോർഡ് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5.1 ഇതുപോലത്തെ ഒരു ബോർഡും കൂടെ വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ചാനലായി. അപ്പോൾ 5 ചാനലിൻ്റെ ഇതായി. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബോർഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ 6 ചാനലായി. അപ്പോൾ 6 ചാനലായപ്പോൾ നിങ്ങൾക്ക് ഒരു 5.1 ചെയ്യാനുള്ള സെറ്റപ്പായി. അത് കണക്കിന് നിങ്ങളൊരു ചെറിയൊരു 3 SMPS വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു SMPS, ഇതിനൊരു SMPS, അല്ലെങ്കിൽ ഇതിന് 3നും കൂടെ ഒരു SMPS വയ്ക്കാം. കൂടാതെ സബ് വൂഫറിന് വയ്ക്കുന്ന ബോർഡിന് സെപ്പറേറ്റ് ഒരു SMPS. അപ്പോൾ 2 SMPS വെച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ SMPS എന്നുള്ള സപ്ലൈ തന്നെ നമ്മൾ ഈ കാണുന്ന ബോർഡുകൾക്ക് കൊടുത്ത് അത് പവറപ്പായി. പിന്നെ ബ്ലൂടൂത്ത് മോഡ്യൂളിനോ റിമോട്ട് കിറ്റിനോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു 12 വോൾട്ട് വേണമെങ്കിൽ എടുക്കാം. പിന്നെ 24 വോൾട്ട് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. റെഗുലേറ്റ് ചെയ്ത് 12 വോൾട്ടോ 15 വോൾട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്ന 5.1 റിമോട്ട് കിറ്റിനെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ളൊരു ഓപ്ഷനായി. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ USB മോഡ്യൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് വേണ്ടി ഈ ബോർഡിൽ ഒരു 5 വോൾട്ട് ഞാൻ നേരത്തെ കാണിച്ചാൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു 2.1 5.1 ഈ പറയുന്ന ക്ലാസ് D വെച്ച് ചെയ്യാനായിട്ട് പറ്റും. ക്ലാസ് D നമ്മുടെ നാട്ടിൽ വളരെ സ്വീകാര്യത കുറഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഡിയുടെ ഒരു ഗുണം മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ ക്ലാസ് ഡിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ RBL+ൻ്റെ അയനിക് ഓഡിയോയുടെ DTECൻ്റെ ഒക്കെ
ക്ലാസ് ഡി സബ്വൂഫർ ബോർഡുകൾ നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം നല്ല ഹൈ പവർ, നല്ല പവറിൽ കിട്ടുന്നു. പിന്നെ ചൈനീസ് ആ ഒരു ഫ്രണ്ടിൽ ഫാൻ വരുന്ന രീതിയിലുള്ള ബോർഡ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഒക്കെ വളരെ നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന, വളരെ എഫിഷ്യൻസിയുള്ള നല്ല അടിപൊളി ബോർഡുകൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ വീണ്ടും ഒന്നും കൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. വർക്കിംഗ് വീഡിയോ ആണെങ്കിൽ നമുക്കത് ചെയ്ത് ഞാൻ നിങ്ങളെ വർക്ക് ചെയ്യിപ്പിക്കുന്നതായിട്ടൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. ഇതുപോലത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങണം. ഈ കാണുന്ന പ്രോഡക്റ്റുകൾ, ഈ കാണുന്ന ബോർഡ്, SMBS, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് SM ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഡയറക്റ്റ് അവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങാവുന്നതാണ്. വരുന്ന വീഡിയോകളിൽ നമുക്ക് സ്പീക്കേഴ്സ്, സബ്വൂഫർ, ട്യൂട്ടർ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.